നമസ്കാരം. നമ്മുടെ ഈ തിരക്ക് പിടിച്ച എപ്പോഴും ശബ്ദമുഖരിതമായ മനസ്സിൽ നിന്ന് ബോധമണ്ഡലത്തിന്റെ വളരെ ശാന്തവും അഗാധവുമായ ആഴങ്ങളിലേക്കൊരു യാത്ര പോയാലോ? അതെ, നമ്മുടെ സ്വന്തം മനസ്സിന്റെ ആരും അധികം പറയാത്ത ചില രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വിശദീകരണത്തിൽ അനാവരണം ചെയ്യാൻ പോകുന്നത്. നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? നിങ്ങളൊന്ന് വേഗത്തില് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിൽ പലരും, അതായത് ലോകത്തെ ഏതാണ്ട് 90% ആളുകളും എപ്പോഴും വലിയ ബഹളങ്ങൾ നിറഞ്ഞ വളരെ പരിമിതമായ ഒരു മാനസികാവസ്ഥയിലാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപക്ഷേ നിങ്ങളും ഞാനും ആ കൂട്ടത്തിലുണ്ടാകാം. ശരിക്കും അങ്ങനൊരു ട്രാപ്പിലാണോ നമ്മൾ? ഒന്ന് ചുറ്റും നോക്കിയേ. നമ്മുടെ ഈ മോഡേൺ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കല്ലേ? എപ്പോഴും ഒരുപാട് വിവരങ്ങളും ശബ്ദങ്ങളും. സത്യം പറഞ്ഞാൽ അമിതമായ ഉത്കണ്ഠയും സ്ട്രെസ്സും ഒക്കെയാണ് നമ്മുടെ ചിന്തകളെ ഇപ്പോൾ ഭരിക്കുന്നത് തന്നെ. ഈ പുറമെയുള്ള വലിയ ബഹളങ്ങൾ അത് ശരിക്കും നമ്മുടെ സ്വന്തം ചിന്താശേഷിയെ വല്ലാതെ തളർത്തുന്നുണ്ട്. നമ്മൾ കണ്ണൊക്കെ തുറന്ന് ശാരീരികമായി സജീവമായിട്ട് ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയമില്ലേ, അപ്പോൾ നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്ന ഒരു ഫ്രീക്വൻസിയുണ്ട്. അതാണ് ബീറ്റ. ഇത് സെക്കൻഡിൽ 14 മുതൽ 21 സൈക്കിളുകൾ വരെയാണ്. പക്ഷെ കേൾക്കുമ്പോൾ ഒരു വലിയ വിരോധാഭാസമായി തോന്നും. കൃത്യമായി ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വീക്കായ, ഏറ്റവും അസ്ഥിരമായ ഫ്രീക്വൻസിയാണ് ശരിക്കും ഈ ബീറ്റ ലെവൽ. ശരി, നമുക്കിതൊന്ന് വിശദമായി നോക്കാം. നമ്മൾ ഈ പറയുന്ന ബീറ്റ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് നമ്മളെ ഈ സമയവും സ്ഥലവുമൊക്കെയുള്ള ഭൗതിക ലോകവുമായി അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ബന്ധിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ മാത്രം ലോകം, അതിനപ്പുറമൊന്നുമില്ല. അക്ഷരാർത്ഥത്തിൽ നമ്മളെ കുടുക്കിയിടുന്ന ഏറ്റവും വലിയ ബീറ്റ ട്രാപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മൾ പതിയെ താഴേക്ക് കുറച്ചുകൂടി ശാന്തമായ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ആഴത്തിലുള്ള ശാന്തതയും സമയത്തിന്റെ അതിരുകളില്ലാത്തതുമായ ഒരു പ്രശാന്ത തീരം. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പൂർണ്ണമായും റിലാക്സ് ചെയ്തു വെച്ചേ. ആ ശാന്തമായ ലെവലാണ് ആൽഫ ഫ്രീക്വൻസി. സെക്കൻഡിലെ 7 മുതൽ 14 സൈക്കിളുകൾ വരെ നമ്മുടെ തലച്ചോറിന്റെ വലതും ഇടതും ഭാഗങ്ങളൊക്കെ ഒരുമിച്ച് വളരെ സിങ്കായിട്ട് പ്രവർത്തിക്കുന്ന അതിയായ ശാന്തതയും എന്നാൽ നല്ല കിടിലൻ എനർജിയുമുള്ളൊരു അവസ്ഥയാണിത്. നമ്മൾ ധ്യാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മയങ്ങുമ്പോഴോ ഒക്കെ എത്തുന്ന ആ ഒരു സമാധാനമുള്ള ലെവൽ. ഇവിടെ എത്തുമ്പോഴുണ്ടല്ലോ, അതൊരു വല്ലാത്ത മാറ്റമാണ്. ഭൗതികമായ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ പിന്നിലുപേക്ഷിച്ച് സമയത്തിന്റെയോ സ്ഥലത്തിന്റെയോ യാതൊരു പരിമിതികളുമില്ലാത്ത ഒരു ഇന്നർ വേൾഡിലേക്ക്, ഒരു ആന്തരിക ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ വെച്ചാണ്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പൂർണ്ണമായും ആത്മനിഷ്ഠമായ അഥവാ ഒരു സബ്ജക്റ്റീവായ ലോകം. സിൽവ മെത്തേഡിന്റെ ഉപജ്ഞാതാവായ ഹൊസെ സിൽവ പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു 10% ആളുകളില്ലേ, അവർ വിവരങ്ങൾ വിശകലനം ചെയ്യാനും പുതിയ കിടിലൻ ഐഡിയകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്നത് ഈ ആൽഫ തലമാണ്. സ്വന്തം ചിന്തകളെ ഈ ഒരു ലെവലിൽ ഉണർത്തി നിർത്തുക എന്നതാണ് അവരുടെ ആ വലിയ വിജയരഹസ്യം തന്നെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒരു വശത്ത് എപ്പോഴും സ്ട്രെസ്സും സമയപരിമിതികളുമുള്ള നമ്മുടെ ബീറ്റ ട്രാപ്പ്, മറുവശത്തോ നമ്മുടെ ഉള്ളിലെ അറിവിലേക്കും സർഗാത്മകതയിലേക്കും ഫുൾ ആക്സസ് നൽകുന്ന ആൽഫ എന്ന ശാന്തമായ ലോകം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. അവിടെ നിന്നും നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ, നിങ്ങളുടെ ശരീരത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് സ്വിച്ചുകളും ലിവറുകളുമൊക്കെയുള്ള ഒരു വലിയ ഇന്റേണൽ കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾ നടന്നു കയറുകയാണ്. ഈ കൺട്രോൾ റൂമാണ് തീറ്റ ഫ്രീക്വൻസി. 4 മുതൽ 7 സൈക്കിളുകൾ വരെ ശരീരത്തിന്റെ ആന്തരിക നിയന്ത്രണ പാനൽ അഥവാ നമ്മുടെ ബയോളജിക്കൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്ന ലെവലാണിത്. ഈ അവസ്ഥയിൽ നമ്മൾ പുറം ലോകവുമായി എത്രത്തോളം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നറിയാമോ? പല ഹിപ്നോട്ടിസ്റ്റുകളും ഒട്ടും വേദനയില്ലാത്ത ശസ്ത്രക്രിയകൾക്ക് വരെ ഉപയോഗിക്കുന്നത് ഈ തീറ്റ ലെവലാണ്. അവിശ്വസനീയമാണല്ലേ? പക്ഷേ ഈ തീറ്റ തരംഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ തീറ്റ തലത്തിൽ വെച്ച് എന്തെങ്കിലും കാര്യമായി ചിന്തിക്കാനോ മനസ്സിനെ പ്രവർത്തിപ്പിക്കാനോ ശ്രമിച്ചാലുണ്ടല്ലോ, അപ്പൊ തന്നെ നിങ്ങളുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂട്ടി തിരികെ ആൽഫയിലോട്ടോ അല്ലെങ്കിൽ ബീറ്റയിലോട്ടോ പോകും. അതാണ് ഈ ഡീപ്പ് ലെവലിന്റെ ഒരു സ്വഭാവം. ഇനി നമ്മൾ പോകുന്നത് തലച്ചോറിലെ തരംഗങ്ങളുടെ ഏറ്റവും താഴത്തെ തട്ടിലേക്കാണ്. പൂർണ്ണമായും നിഗൂഢതകൾ നിറഞ്ഞ ഒരു അനന്തമായ വാതിലിന് മുന്നിലേക്ക്. സത്യം പറഞ്ഞാൽ മോഡേൺ സയൻസിന് പോലും ഇന്നും പൂർണ്ണമായിട്ട് പിടികിട്ടാത്ത ഭയങ്കര മിസ്റ്റീരിയസ് ആയ ഒരു മേഖലയാണിത്. അതാണ് ഡെൽറ്റ ഫ്രീക്വൻസി, നമ്മുടെ ഏറ്റവും വേഗത കുറഞ്ഞ ഫ്രീക്വൻസി. 0 മുതൽ 4 സൈക്കിളുകൾ വരെ മാത്രം. ഇതിന്റെ ഒരു കൗതുകം എന്താണെന്നോ? അമ്മയുടെ വയറ്റിലുള്ള ഒരു കുഞ്ഞില് ആദ്യമായി കാണുന്ന ബ്രെയിൻ വേവ് ഇതാണ്.
അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ സ്വാഭാവിക മരണത്തിന് തൊട്ടുമുൻപ് അവസാനമായി കാണപ്പെടുന്നതും ഡെൽറ്റ തന്നെ. ഗാഢമായ ഒരു അബോധാവസ്ഥയാണിത്. ഹോസെ സിൽവയുടെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു നിരീക്ഷണമുണ്ട് ഇതിനെപ്പറ്റി. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ലോകത്തിനും മറുപുറത്തുള്ള ഉന്നതമായ ആത്മീയ തലത്തിനും ഇടയിലുള്ള ഒരു പാലം അല്ലെങ്കിൽ ഒരു വാതിലാണ് ഈ ഡെൽറ്റ എന്നാണ്. അതായത് നാം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും കടന്നുപോകുന്ന ആ പ്രധാന വാതിൽ. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ഈ വാതിൽ പ്രയോജനപ്പെടുത്താം? ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി നമ്മൾ ആൽഫ തലത്തിലെത്തുമ്പോൾ മനസ്സിലൊരു സിനിമ കാണുന്നതുപോലെ സങ്കൽപ്പിച്ച് ചില മെന്റൽ വീഡിയോകൾ വഴി നമുക്ക് മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഗാഢനിദ്രയിൽ നമ്മൾ സ്വാഭാവികമായി ഡെൽറ്റയിലെത്തുമ്പോൾ തലച്ചോറിന് ഇതിലൂടെ ഉയർന്ന ബുദ്ധിയിൽ നിന്നും ഗൈഡൻസ് സ്വീകരിക്കാനാകും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഉറക്കഗുളികകൾ കഴിക്കുന്നത് നമ്മൾ സ്വാഭാവികമായി ഡെൽറ്റയിലെത്തുന്നതിന് പലപ്പോഴും തടസ്സമാകാറുണ്ട് കേട്ടോ. ശരി, ഇത്രയൊക്കെ കേട്ടപ്പോൾ നമുക്ക് തിരികെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരാം. വെറുതെ ഇതൊക്കെ അറിഞ്ഞിട്ട് കാര്യമല്ലല്ലോ. നമ്മുടെ സ്വന്തം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, ബോധപൂർവം എങ്ങനെ ഈ സമാധാനമുള്ള തലങ്ങളിലേക്ക് കടക്കാം എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രാക്ടിക്കലായ ചില വഴികൾ നമ്മളിനി അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തമായി ആൽഫ തലത്തിലെത്താൻ ട്രെയിൻ ചെയ്യാൻ പറ്റും. അതിനായി ഈ ഒരു മോർണിംഗ് റൂട്ടീൻ ശീലിച്ചാൽ മതി. രാവിലെ ഉറക്കമുണർന്ന ഉടനെ ഒരു 15 മിനിറ്റ് അലാറം വെച്ച് വീണ്ടും കിടക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് പുരുകങ്ങൾക്ക് നേരെ മേലോട്ട്, അതായത് ഒരു 20 ഡിഗ്രി ആംഗിളിൽ നോക്കി 100 മുതൽ 1 വരെ പുറകോട്ട് പതുക്കെ എണ്ണുക. ഒരു 40 ദിവസം ഇതൊന്ന് കൃത്യമായി ചെയ്തു നോക്കൂ. ഇതിനൊരു ഷോർട്ട് കട്ട് കൂടെയുണ്ട് കേട്ടോ. അതാണ് 3-2-1 മെത്തേഡ്. 3ൽ നിന്ന് 1ലേക്കുള്ള രീതി. നമ്മുടെ ഫിസിക്കലായതും മെന്റലായതുമായ റിലാക്സേഷനെ ചില നമ്പറുകളുമായി കണക്ട് ചെയ്യുകയാണിവിടെ. ആദ്യം 3 എന്നത് 3 തവണ സങ്കൽപ്പിക്കുക. അത് ശാരീരിക വിശ്രമത്തിന്. പിന്നെ 2 എന്നത് മാനസിക വിശ്രമത്തിന്. അവസാനമായി 1 എന്ന് സങ്കൽപ്പിക്കുമ്പോൾ നമ്മൾ നേരെ ആൽഫ തലത്തിലേക്ക് പ്രവേശിക്കും. വളരെ സിമ്പിളാണ്. അങ്ങനെ ആൽഫ അവസ്ഥയിൽ നമ്മുടെ ബോധം നിലനിർത്താൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്ഭുതകരമായ പല ടെക്നിക്കുകളും നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മുഖത്തിന് 6 അടി മുന്നിലായി മനസ്സിലൊരു സ്ക്രീൻ സങ്കൽപ്പിക്കുന്ന മൈൻഡ് മിറർ വിദ്യ, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ 3 വിരലുകൾ ചേർത്തു പിടിക്കുന്ന വിദ്യ. അതുമാത്രമല്ല, ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് വെള്ളം കുടിക്കുന്നത് പോലും നമ്മുടെ പ്രശ്നപരിഹാരത്തിനുള്ള സ്വപ്നങ്ങളെ ഉണർത്താൻ സഹായിക്കുമത്രേ. അപ്പൊ നമ്മൾ അവസാനത്തേക്ക് എത്തിയാണ്. ഈ ചോദ്യം നിങ്ങളോട് തന്നെയാണ്. വെറും ബഹളങ്ങളും സ്ട്രെസ്സും നിറഞ്ഞ ആ ബീറ്റ ട്രാപ്പിൽ കിടന്ന് ജീവിതം ഇങ്ങനെ തീർക്കണോ? അതോ ദിവസവും വെറുമൊരു 15 മിനിറ്റ് മാറ്റിവെച്ച് നിങ്ങളുടെ മനസ്സിന്റെ ബാക്കി വരുന്ന ആ 90% അതിരുകളില്ലാത്ത സാധ്യതകൾ കണ്ടെത്താൻ തയ്യാറാവണോ? ഈ ഒരു തീരുമാനമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്നത്. ഉറപ്പായും ഇതിനെക്കുറിച്ചൊന്നു ചിന്തിക്കുക.